ഇന്ത്യയിൽ ഗണ്ഡകി നദിയുടെ സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം വാൽമീകി ദേശീയ ഉദ്യാനം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം? ഉത്തരം ഹരിയാന. ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം മനാസ് ദേശീയ ഉദ്യാനം. ഇന്ത്യയിൽ സിംഹങ്ങൾ കാണപ്പെടുന്ന ഏക വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ഗിർ. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഏതാണ്? ഉത്തരം ബണാർഘഡ്. മനാസ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം ആസാം. സുൽത്താൻപൂർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഹരിയാന. ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം? ഉത്തരം ആൻഡമാൻ നിക്കോബാർ. കൈഗ ന്യൂക്ലിയർ പവർ സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം? ഉത്തരം അൻഷി ദേശീയ ഉദ്യാനം. കരേര വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മധ്യപ്രദേശ്. കേരളത്തിൽ നിന്നും യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഏക ബയോസ്ഫിയർ റിസർവ്? ഉത്തരം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്? ഉത്തരം ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ. നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ ചെയർമാൻ? ഉത്തരം കേന്ദ്ര പരിസ്ഥിതി ആൻഡ് വനം വകുപ്പ് മന്ത്രി. ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം? ഉത്തരം 1972. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ്? ഉത്തരം ആന. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനം നിലവിൽ വന്ന വർഷം? ഉത്തരം 1936. ഇന്ത്യയിൽ ഫോറസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന സ്ഥാപനം? ഉത്തരം ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണ്? ഉത്തരം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഏത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിര പ്രിയദർശിനി അവാർഡ്? ഉത്തരം വനസംരക്ഷണം. പ്രൊജക്ട് എലിഫന്റ് ആരംഭിച്ച വർഷം? ഉത്തരം 1992. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ബുക്സ് കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഏത് തെന്നിന്ത്യൻ സംസ്ഥാനത്താണ് പോയിന്റ് കാലിമർ എന്ന വന്യജീവി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തമിഴ്നാട്. ഇന്ത്യയിൽ ഹിമപ്പുലികളുടെ ഏക സംരക്ഷിത കേന്ദ്രം ഏതാണ്? ഉത്തരം ഹെമിസ് നാഷണൽ പാർക്ക്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം മിസോറാം. ഏറ്റവും കുറവ് വനമുള്ള കേന്ദ്രഭരണ പ്രദേശം? ഉത്തരം ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആകെ ബയോസ്ഫിയർ റിസർവുകൾ എത്രയെണ്ണമാണ്? ഉത്തരം 18. വാൽമീകി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ബീഹാർ. അന്താരാഷ്ട്ര കടുവ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 29. ഏഷ്യയിലെ ആദ്യത്തെ മറൈൻ ബയോസ്ഫിയർ ഏതാണ്? ഉത്തരം ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ. രഥംബോർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം രാജസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം രാജസ്ഥാൻ. ഗംഗോത്രി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം ഉത്തരാഖണ്ഡ്.
വേടന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം തമിഴ്നാട്. ചന്ദോലി ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം മഹാരാഷ്ട്ര. കുദ്രമുഖ് ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം കർണാടക. കാലാതോപ്പ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ചന്ദ്രപ്രഭ വന്യമൃഗ സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം ഉത്തർപ്രദേശ്. പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം? ഉത്തരം 1973. വേലവദാർ ദേശീയ ഉദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ഉത്തരം കൃഷ്ണമൃഗം. കലേസാർ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഹരിയാന. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാണ്? ഉത്തരം മനാസ് നാഷണൽ പാർക്ക്. നോക്രക് ബയോസ്ഫിയർ റിസർവ് യുനെസ്കോയുടെ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ വർഷം? ഉത്തരം 2009. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം വാലി ഓഫ് ഫ്ലവേഴ്സ്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഹിമാചൽ പ്രദേശ്. അഗസ്ത്യ മലയെ സംരക്ഷിത ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 2001. ഗോവിന്ദ് പശുവിഹാർ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഉത്തരാഖണ്ഡ്. കേവൽ ദേവ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം രാജസ്ഥാൻ. മേൽഘട്ട് ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ഉത്തരം മഹാരാഷ്ട്ര. ഇന്റർവ്യൂ ഐലൻഡ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ആൻഡമാൻ. സംരക്ഷിത ജൈവമണ്ഡലം പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം ഏതാണ്? ഉത്തരം അഗസ്ത്യമല. ഗഹിർമാത മറൈൻ സാങ്ച്വറി ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഒഡീഷ. ഗംഗോത്രി ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തരാഖണ്ഡ്. കിഷ്ത്വാർ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ജമ്മു കാശ്മീർ. പച്മഹി ബയോസ്ഫിയർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഉത്തരം മധ്യപ്രദേശ്. ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവ് യുനെസ്കോയുടെ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ വർഷം? ഉത്തരം 2001. ഏത് സംസ്ഥാനത്താണ് ബാന്ധവ്ഗഡ് ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മധ്യപ്രദേശ്. നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് യുനെസ്കോയുടെ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ വർഷം? ഉത്തരം 2004. ജൽദാപാറ ദേശീയ ഉദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം പശ്ചിമ ബംഗാൾ. അജ്നാക്മർ അമർകണ്ടക് ബയോസ്ഫിയർ റിസർവ് യുനെസ്കോയുടെ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ വർഷം? ഉത്തരം 2012. പഖുയി കടുവ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം അരുണാചൽ പ്രദേശ്. മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനം ഏതാണ്? ഉത്തരം നവി ഗവോൺ ദേശീയ ഉദ്യാനം. ഗുഗമൽ ദേശീയ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നിലവിൽ വന്ന വർഷം? ഉത്തരം 1986. പന്ന ബയോസ്ഫിയർ റിസർവ് ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരം
മധ്യപ്രദേശ്. ഘാട്ട്പ്രഭ പക്ഷി സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കർണാടകം.